ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ദേ ഇവിടെ ഞാനും വാവച്ചിയും കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നു. കാരണം എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ദുബായിലോട്ടെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അതായത് നാട്ടിൽ നിന്ന് നമ്മൾ ദുബായിലോട്ട് എത്തിയ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇത് ഞാനും വാവച്ചിയും നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെരുമ്പാവൂർ പോയിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ്. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഫ്ലൈറ്റാണ്. സോ നമ്മളിത് മൂന്നാറിൽ നിന്ന് നമ്മൾ നേരെ പെരുമ്പാവൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിലാണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്. മങ്കിനൊക്കെ ഉണ്ടോ? അപ്പോൾ ഇത് വാവച്ചീനെ മങ്കീനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മറയൂരാണ്. അപ്പം മറയൂരിൽ നിന്ന് പെരുമ്പാവൂരിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറയൂർ ടു മൂന്നാർ റൂട്ടാണ് കേട്ടോ. അപ്പം ഇപ്പം നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് നല്ല സുഖമായിരുന്നു യാത്രയൊക്കെ. പക്ഷെ നാട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല ചൂടായിരിക്കും. ഇത് ശരിക്കും മൂന്നാർ റൂട്ട് നമ്മളെത്തി. ഇവിടെയാണ് നമ്മളിപ്പോൾ പടയപ്പ എന്ന് പറയുന്ന ഒരു ആനയുണ്ടല്ലോ, ആന ഉള്ള സ്ഥലം. അപ്പം ഞാൻ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആനനെ കാണണ്ടെന്ന്. കാരണം പേടിയാണ് എനിക്ക്. അങ്ങനെ കാണണ്ട എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫൈനലി കണ്ടു. കന്നിമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പടയപ്പേനെ കണ്ടത്. ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് പടയപ്പ. ഇപ്പം ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും പേടിയാണ് കേട്ടോ. ആദ്യമൊന്നും ഇത് ഉപദ്രവിക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പം എന്തോ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആനനെ കണ്ടു. പക്ഷെ ആന താഴെ ആയതുകൊണ്ട് നമുക്കധികം പേടിക്കേണ്ടി വന്നില്ല. റോട്ടിലല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എയർപോർട്ടിൽ പോകാൻ സമയമായി. നമുക്ക് 7:40 ഫ്ലൈറ്റ്. സോ നമ്മളിത് 4 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തുമായിരിക്കും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുണ്ട്, മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ എയർപോർട്ടിലോട്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞാനും വാവച്ചിയും എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അങ്ങനെ എവിടെ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അല്ലേ? നമ്മളിപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക, വെയിറ്റിംഗ് ചെയ്യുക ഫ്ലൈറ്റിന് വേണ്ടി. അല്ല ചേച്ചി, അതിങ്ങനെ നിൽക്കുന്നേ? ചുണ്ടതിന് അങ്ങനെ വയ്ക്കുന്നത് മര്യാദയ്ക്ക് വയ്ക്ക് പോകണം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എവിടെ? അല്ലല്ല, നമ്മൾ അപ്പനെ കാണാൻ പോവാ. നമ്മളപ്പോൾ ചെക്കിങ് കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇവിടെ വെയിറ്റ് ചെയ്യാം ഗേറ്റിൽ അല്ലേ? നമ്മളെന്തിനാ എവിടെ പോവാ? ബോഡി നമ്മൾ അബുദാബിക്ക് അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബിയിലെത്തി. നമ്മൾ കൊച്ചി ടു അബുദാബിയിലെത്തി കേട്ടോ. അപ്പോൾ ഇനി അബുദാബിയിൽ നിന്ന് നമ്മൾ ദുബായിലോട്ട് പോകണം. അതിന് ഇനി നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ വാവച്ചി എങ്ങനെ ഉണ്ടായിരുന്നുടാ ഫ്ലൈറ്റിലെ യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു പറയ്. വാവച്ചിക്ക് ഭയങ്കര ആക്ഷനാണ്. ഇവിടെ ഭയങ്കര വെളിച്ചം കുറവാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ലൈറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ. അപ്പം നമുക്കിനി നേരെ ദുബായിലോട്ട് പോവാം.
അങ്ങനെ ദേ ഫൈനലി നമ്മൾ ദുബായിലെത്തി. അപ്പം ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഞാൻ മറയൂരിൽ നിന്ന് അബുദാബിയിലെത്തി, അബുദാബിയിൽ നിന്ന് ദുബായിലെത്തി വിശേഷങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വ്ളോഗിൽ ദുബായിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നല്ല സൗണ്ടൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ.